കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം ആതിരരാവിൽ താലിയുമായി കുരവയിടാൻ കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചിലമ്പണിഞ്ഞ് താരിളം കാറ്റിൽ ചന്ദനം ചാർത്തി കാതരയായി കളമൊഴി പാടി തരളമിഴിയിൽ മദനനാടി അരയിൽ കിങ്ങിണി നൃത്തമാടി അലരിൻ മലരതേറ്റു പാടി 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 കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം ഗന്ധർവ കിന്നരി കേട്ടൻ മനസ്സിന്റെ അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു ഗന്ധർവ കിന്നരി കേട്ടൻ മനസ്സിന്റെ അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു അഗ്നിയിൽ ഞാനൊരു വിഗ്രഹമായി അഗ്നിയവാനെന്നെ തീർത്ഥമാടി മദനലളിതമപരിമേയ രണരണകര രുധിരഭാവം ദുന്ദുഭീതൻ താളമേളം മേളം മേളം കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം ആതിരരാവിൽ താലിയുമായി കുരവയിടാൻ കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി കുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം താങ്ക് യു കുടമുറി കല്യാണം പാർവണ ഇന്ന് ഏത് രാഗമാണ്? ആരഭി ഓക്കെ, നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ചോദിക്കാം. എങ്ങനെ ഉണ്ടായി പാട്ടെന്നൊക്കെ. ചേച്ചി പാർവണ, ഓ നല്ല സെലക്ഷൻ ആണ്. താങ്ക് യു മാം. വളരെ സിൻസിയറായിട്ട് പാടി കേട്ടോ. എനിക്ക് ഈ ദേവി പാടിയതല്ലേ, ആ ദേവി ആ സംഗതി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓരോ പ്രാവശ്യവും അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അതൊരു ഡിവൈനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് കൂട്ടുകൂടി അത് മെല്ലെ പാടിയിട്ട് താഴെ കൂടെ വരില്ലേ ദേവീന്ന് പാടുമ്പോൾ ആ കൂടെ ആ നോട്ട് കൂടെ വരുന്നില്ല.
അതെന്തോ അതൊന്ന് നമുക്ക് താങ്ക് യു ഷർത്തേട്ടാ. അല്ല ബിക്കോസ് അത് താര താര തേരെ താര 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 തേരെ ദസ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ആവുന്നില്ല. ഒന്നത് ട്രൈ ചെയ്യാമോ മോളെ? ആതിരരാവിൽ താലിയുമായി കുരവയിടാൻ കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി. ബെറ്ററായി. എന്നാലും അതൊരു ജമ്പ് അല്ലേ താഴെ. അറബിയിൽ എപ്പോഴും ഇങ്ങനത്തെ ഫ്രേസസ് നമ്മൾ സാധിഞ്ചിനെ പഞ്ചരത്നം കേൾക്കുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഫ്രേസ് ഉണ്ട്. ഇത് അങ്ങനെ ഒരു അതൊരു എന്താ പറയാം പാരലൽ മൂവ്മെന്റ് ആണ് അത് ത്രൂ ഔട്ട് ദി ഓക്ടേവ്. അപ്പോൾ ഇങ്ങനത്തെ രാഗം നമുക്ക് കുറച്ചൊന്ന് പരിചയം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ദാന്റെ പ്ലേസ്മെന്റ് നമുക്ക് മെന്റലി വളരെ ഈസിയാണ്. ചർണത്തിൽ എനിക്ക് തോന്നി ചില സ്ഥലങ്ങൾ എനിക്ക് എസ്പെഷ്യലി കാതിൽ പൂത്തോ കാലിൻ പൊൻചിലമ്പണിഞ്ഞ് പൊൻചിലമണിഞ്ഞ് ഈ അണിഞ്ഞ് ഒന്ന് അത് അണിഞ്ഞില്ല അല്ലേ? അതൊന്ന് ട്രൈ ചെയ്യാമോ? അത് തന്നെ എത്ര മനോഹരമായിട്ടുണ്ട്. സബാഷ്. അപ്പൊ ഇനി ഒരു സംഗതി നമുക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടെ കിട്ടില്ലെങ്കിൽ അത് ഒന്ന് സ്ലോ ആക്കി സ്ലോ സ്പീഡിൽ സ്ലോ ടെമ്പോയിൽ നമ്മൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ആ ടെമ്പോയിൽ പാടിയാൽ കിട്ടും. ബിക്കോസ് വളരെ കഴിവുള്ള കുട്ടിയാണ് പരുണ. ഓക്കെ, പക്ഷെ ഇതൊക്കെ നമുക്ക് ഒന്ന് ഫോക്കസോടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വെരി ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ, താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഈ രാഗത്തിന് വേറെ പാട്ടറിയാമോ മോക്ക്? ഇല്ല. നമ്മുടെ ഓരോ രാഗം എടുക്കും ആ രാഗത്തിലുള്ള വേറെ ഇപ്പം മോളെ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. ഈ ഗൂഗിൾ എടുത്തിട്ടൊരു കുത്തിയാൽ 100,008 അങ്ങനെ വന്ന് നിരന്നങ്ങ് നിൽക്കും. ഞാൻ ആരപ്പി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കണ്ടേ. അപ്പം അത് മോളത് മനസ്സിലാക്കണം കേട്ടോ. ഇതിന്റെ ആരോഹണം അവരോഹണം അറിയാമോ? പാടിക്കേ. അപ്പൊ അതെന്താണ് ആ നിഷാദത്തിനും ഗാന്ധാരത്തിനും സംഭവിക്കുന്നതെന്നുള്ളതിനെ പറ്റി ധാരണയുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും മക്കള്. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ പഠിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ആരോഹണം അവരോഹണം അല്ല അത് ഓക്കെ. ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും ഇല്ല, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉണ്ട് അല്ലേ? അപ്പൊ അത് മോളത് പറ, എന്താണ് ആ നിഷാദത്തിന് നമ്മൾ സാധാരണ ഉള്ള പോലാണോ അതിന്റെ യൂസേജ്? മോർ ഓഫ് സായാണ് നീ സനി നില സനി സനീത പമഗരി. ആ ഗായം അങ്ങനെ തന്നെയാണ്. അതാണ് ആ രബിയുടെ ഒരു ഫ്ലേവർ. തേര നീന ദര നല്ലത് നീന നീന ആരബി രാഗത്തിനുള്ള ഒരു ഇതില്ലേ അത് മോള് ഇത് കൃത്യമായിട്ട് അത് മോക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാനേ പാടിച്ചത് ചോദിച്ചത്. അപ്പോൾ ആ യൂസേജ് വേറെയാണ്, പ്രത്യേകം നമ്മൾ നോക്കണം. പല രാഗങ്ങളും അങ്ങനെയാണ്. ഇതിനോട് അടുത്ത് നിൽക്കുന്ന വേറൊരു രാഗം അറിയാമോ? അത് എന്താണ് സംഭവം ഇതുമായിട്ടുള്ള? അത് ഇതില് നീ ഉണ്ട്, പക്ഷെ അതില് നീ ഇല്ല. നീ വേറൊരു നോട്ടും കൂടി ഇല്ല അതില്. അത് ആരോഹണം അവരോഹണം ഒന്നുപോലെ അപ്പൊ അതൊന്ന് പാടാമോ? മരി ഇല്ല മരി അത്രേ ഉള്ളൂ. അപ്പൊ മരി അതൊരു മകരി എന്ന് കേക്കും കേട്ടോ. മരി സരി സദപമരീസ അത്രേ ഉള്ളൂ. സനി മകരീസ അത്രേ ഉള്ളൂ വ്യത്യാസം. അത് ആരബി. അപ്പൊ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായിക്കണം കേട്ടോ മോളെ. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ എനിക്ക് എൻ്റെ ഗുരുനാഥന്റെ മഹാദേവസുതം നമാമി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്, അതിമനോഹരം. കേട്ടുണ്ടോ? സരി മഗരി പമഗരി തദരി സരി ദദ പമഗരി സരി മഗരി പമഗരി തദരി
സനിത പമഗരി മവദരി മയരി മയരി സനിത മപ സപ പമഗരി സനിത മഹാദേവസുതമഹം പ്രണമാമി. സബാഷ്. ഭലെ ഭലെ ഭലെ. സൂപ്പർ. പെട്ടെന്ന് എൻ്റെ ഗുരുനാഥനെ ഓർത്തു. താങ്ക് യു മോളെ. എന്തൊക്കെയാലും മക്കളിത് കുറച്ചും കൂടെ ശരിയാക്കാമായിരുന്നതാണ് എൻ്റെ വാദം. ഞാൻ എൻ്റെ വാദം ഇവിടെ നിർത്തുന്നു. താങ്ക് യു ശരത് സർ. ലവ് യു മുത്തേ. No, don't love him. No. മോളെ ഓ നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു സർ. അപ്പം ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഞാൻ ആകെ ആ ഒരു കൂട്ടുകൂടി അവിടുന്ന് ആ മറ്റേ നേരെ ഡ്രോപ്പ് വരുന്നുണ്ടല്ലോ, അവിടെയും പിന്നെ ചിലമ്പണിഞ്ഞ് ആ പ്ലാൻ അമ്മ ഭീകരമായിരുന്നു. അത് പിന്നെ മാം പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു കുണുക്ക് പ്ലാൻ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ എല്ലാം ഈ സ്ലോ ടെമ്പോയിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾ ആ ടെമ്പോയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രാക്ടീസിൻ്റെ സമയത്ത് ഒരു സ്ലോവർ ടെമ്പോയിൽ പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് പിന്നെ ടെമ്പോ കൂട്ടി കൊണ്ടുവന്നിട്ട് അതിലേക്ക് അങ്ങ് ലോക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സർ. അത് ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചോ മോള്. ഓക്കെ. അതർവൈസ് മോള് ഇവിടുത്തെ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു സിംഗറാണ്. എല്ലാ ടൈപ്പ് പാട്ടുകളും ഇവിടെ വന്നിട്ട് പാടുന്ന ഒരാളാണ്. ഇത് കുഴപ്പമില്ലായിരുന്നു, അത്രേ പറയാനുള്ളൂ കേട്ടോ. കുറേ കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ദാറ്റ്സ് ഓൾ. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. എന്താ മാർക്ക് വയ്ക്കാം. ശരത് സർ. മോളെ ഓ കുറച്ച് കുറവാ കുഞ്ഞെ, 7.5 മാർക്ക്. ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 7.7. താങ്ക് യു സർ. ചേച്ചി ഓക്കെ. പറഞ്ഞാൽ സോ ടോട്ടൽ 15.2. ഓൾ ദി ബെസ്റ്റ്. ഓ